my dear friends. Good afternoon. സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഹലോ, ഹായ്. ഹായ് മണി. ഫസ്റ്റ് ഗോവിന്ദൻ, ഭൂപതി ഹായ്, തനീഷ് ഹായ്. സാപ്പിട്ടീங்க. ഹായ് ജയേട്ടാ, നമസ്കാരം. നമസ്കാരം. കാർത്തി അരസു ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സപ്തച്ച വല്ലിന്നാണോ? മാരിയപ്പൻ, രാജേന്ദ്രൻ ഹായ്. ബിജു ഹലോ. ഹലോ, സുഖല്ലേ എല്ലാവർക്കും? സുധീഷ്, സുധി ഹായ്. അനിത, സുബിയേട്ടാ ഹായ്. സാരി സോങ് ഹായ്. ഹലോ കൃഷ്ണൻ ഹായ്. ജനേട്ടാ, മാരിയപ്പൻ, പ്രഭു ഹലോ. വിനോദ് കുമാർ ഹായ്. അനിത കഴിച്ചോളാം. കഴിച്ചു ഏട്ടൻ കഴിച്ചേട്ടാ. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് സാരിയിലാണല്ലോ. അതെ. ഹായ് ജെറിൻ ബ്രോ, മുരുകൻ, ഷാജേട്ട. അന്ന് ഞാൻ സാരിയിൽ വന്നു. ജെറിൻ തോമസ്, ബിനീഷ് കുമാർ, ഗഫൂർ കാടാമ്പുഴ, അച്ചു ഷാജി, സാജി ഉണ്ടാവട്ടെ. മഞ്ജു ഷാജി ഹായ്. അണ്ടി ഹലോ. ജെറിൻ നമസ്കാരം. പാലക്കാടാണോ സ്ഥലം? പാലക്കാടാണ്. ഇപ്പൊ ഞാൻ കോയമ്പത്തൂര. ഹായ് മണി. മണി ഹായ്. സെന്തിൽ കുമാർ, പാണ്ഡി, വിനോദ്, മുരുകൻ ഹായ്. സൂപ്പർ. വിജീഷ് ഹായ്. മണി ഉങ്ക നെയിം? അനിത. നവീൻ കുമാർ ഹായ്. ദേവേന്ദ്രൻ ഹായ്. രമേശ് ഹായ്. നമസ്കാരം. ആരടുത്താണ്? രവിചന്ദ്രൻ, കുമാർ, ഷഫീഖ് ഹായ്. മാഡം ഹിന്ദി ലാംഗ്വേജ് സോറി. ഷാജി ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചേട്ടാ ഷാജേട്ടാ. അനിത, ഇജു ഒന്ന് കൊടുത്തു വേണോ? ഇജ് ഊണ് കൊടുത്ത് ഇല്ല ഏട്ടാ, ഞാൻ നിന്ന് കഴിഞ്ഞല്ല ഇങ്ങനെ നിക്കേണ്ടി വരും. നിക്കല്ലേ? എന്താ എനിക്കിവിടെ എന്ത് കാണുന്നില്ലല്ലോ. എന്താ നടക്കുന്നത്? സേതു ഹായ്. പ്ലീസ് ദേവേന്ദ്രൻ ഹാപ്പിയാ? യെസ് ഹാപ്പി. ഹായ് ദേവദാസ്, ശിവദാസൻ. എന്തായിരുന്നു കുട്ടി? ഭക്ഷണം കഴിച്ചോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മനോജ്, ജയ് ശ്രീറാം. പിന്നെ സുഖമല്ലേ? സാരി കളർ நல்லா இருக்கு. താങ്ക് യു. ഹാപ്പി ഹോളി. കുമാർ, വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്? ഹോം, മൈ ഹോം. മൾട്ടി കളർ ഈസ് നൈസ്. ഓക്കെ. രമേശ് സൂപ്പർ, സോ സ്വീറ്റ്. ശരിക്കും സാരി സൂപ്പർ. ചോറുണ്ടോ? ചോറുണ്ട്. ഭർത്താവ് ഉണ്ടാട്ടാ. ജയലേഷേട്ടാ. എൻ്റെ മക്കൾ കരയുന്നു പുഴ ചീക്കാൻ. ഒരു പാട്ടുണ്ടല്ലോ, കരയുന്നു പുഴ ചിരിക്കുന്നു. എല്ലാവരും സുന്ദരിയാണ് എന്ന് പറഞ്ഞു. കണ്ണു പൊട്ടുന്നു. അനിക്കുട്ടി ഒരു കോലമായില്ലേടാ. അയ്യേ, അത്രയ്ക്കൊന്നും ഭംഗിയില്ല. ഇവരൊന്നും ആരെയും കണ്ടിട്ടില്ല തോന്നുന്നു, പെൺകുട്ടികളിൽ അല്ലേ? അതായിരിക്കും, ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടില്ല തോന്നുന്നു.
അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണകുമാർ സൂപ്പർ ഡ്രസ്, താങ്ക് യു. ദേവേന്ദ്രൻ എങ്ങനെയുണ്ട് പനിയുടെ? പനി കുഴപ്പമില്ല, ജലദോഷം മാത്രമേ ഉള്ളൂ. നാഗരാജ് നൈസ് കേരള. ലീന ദൈവമേ കുട്ടി കഴിച്ചോടാ? നാട്ടിവട്ട കഴിച്ചു. എന്താണ് അവൻ കത്തിക്കൊണ്ടിരിക്കുന്നത്? അവന്റെ അപ്പനുണ്ട് എന്നിട്ടാണ് കത്തണത്, കണ്ടില്ലേ? ഡ്രസ് സൂപ്പർ ആനിക്കുട്ടി. എപ്പോഴാ നാട്ടിൽ വരണം? ശിവദാസൻ ഏട്ടാ ഇരിക്കൂ ഡിയർ. ഇരിക്കാം, പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വന്നു. എനിക്ക് വാട്സപ്പ് നമ്പർ കണ്ടു? ഇല്ല, ഫേക്ക്. ഏറ്റവും കൂടുതൽ റീൽസ് അനുക്കുട്ടിയാണ്. തുടക്കം ഫോട്ടോ ഷൂട്ട് മുതൽ ഒരു 1120 തന്നെ. ഇല്ലെങ്കിൽ നിനക്ക് എന്താ? മാത്യു ജോൺ നൈസ്. സുന്ദരി അല്ലേ? അല്ല, സുന്ദരി അല്ല. യെസ്. രാഹുൽ നായർ കേരള. ചേച്ചി സുഖം. നാട്ടിൽ വരുന്ന ശിവദാസൻ ചേട്ടാ. ഫുഡ് കഴിച്ചു സുരേഷ് ചേട്ടാ. ചിരിക്കുന്നു പുഴ കരയുന്നു. ചന്ദ്രു ഗുഡ് മോർണിംഗ്. സത്യ ലൈവില് ഒരു അവര് ആര് തരും? അനിത ലൈവ് കഴിയുമ്പോൾ കുറച്ച് മുളക് അടുപ്പിൽ ഇടണം കേട്ടോ. എന്തിനാണ് കേട്ടാ? മുളക് ഇവിടെ അടുപ്പില്ല കേട്ടാ, ഗ്യാസാണ് കേട്ടാ ഉള്ളത്. നമ്മളെ വീട്ടില് നാട്ടുപുറത്ത് പോലത്തെ ഗ്യാസ് അടുപ്പില്ല. നല്ല കളർഫുൾ ആണല്ലേ ചിലർ. താങ്ക് യു. എൻ്റെ കുട്ടിയുടെ നമ്പർ ഏതാണ്? നമ്പർ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഏട്ടാ. എൻ്റെ പേര് കൊടുക്കൂ. ഷെഫീഖ് ഏട്ടാ നമ്പർ കൊടുക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ GP. സാരി സൂപ്പർ. ഡ്രസ്സ് വീഡിയോ സൂപ്പർ. ആണോ? കുഞ്ഞുവാവ ഇവിടെ ഉണ്ട്. കുഞ്ഞുവാവൻ്റെ അച്ഛനുണ്ട്, നോക്കട്ടെ, എനിക്ക് വയ്യ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ ഡ്രസ് സൂപ്പർ. താങ്ക് യു ഏട്ടാ. താങ്ക് യു. കളർഫുൾ ആയിട്ടുണ്ടല്ലേ? റെഡ്. ഇതിലിങ്ങനെ കുറേ കളറുകളുണ്ട്. ഏത് ബ്ലൗസ് ആണെങ്കിലും ഇടാൻ പറ്റും. പക്ഷെ എനിക്ക് റെഡാണ് കൂടുതലും ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഇട്ടോന്ന് മാത്രം. പിന്നെ കുഞ്ഞുവാവ ഇവിടെ ഉണ്ട് ഏട്ടാ, കളിക്കുന്നു. മുരുകൻ ഗുഡ് ആഫ്റ്റർനൂൺ. വനിത സരവണൻ ഗുഡ് ആഫ്റ്റർനൂൺ. ഉണ്ട് ഇജ്ജ് ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു ഏട്ടാ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. വെജിറ്റേറിയൻ ആണ് സുരേഷ് ഏട്ടാ. കത്തിരിക്ക മെഴുക്ക് വരട്ടി, മുരിങ്ങക്കായ് സാമ്പാർ, ചോറ്, രസം, തക്കാളി രസം. ലവ് യു സോ മച്ച്. ஹாய் குட் ஆஃப்டர்நூன் சுப்பிரமணியன். ஓகே, என்ன ஃபுட்டு சாப்பிட்டீங்கப்பா? மீல்ஸுங்க. சாப்பாடு, சாம்பார், ரசம், கத்திரிக்காய் பொரியல். லைவ் സൗണ്ട് പോയി. സൗണ്ട് ഇല്ലേ? സരവണൻ ഗുഡ് ആഫ്റ്റർനൂൺ. അശോക് ഗുഡ് ആഫ്റ്റർനൂൺ. വിജയ് പ്രസാദ് ഗുഡ് ആഫ്റ്റർനൂൺ. സരവണൻ വെരി നൈസ്. ഓക്കെ, താങ്ക് യു. ഇളയരാജ. പിന്നെ എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈവിൽ പേര് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷെഫീഖ് ഏട്ടാ. ഓക്കെ ഷെഫീഖ് ഏട്ടാ. ഷെഫീഖ് RMS പാൽപ്പാണ്ടി. ലക്ഷ്മി പ്രിയ ഗുഡ് ആഫ്റ്റർനൂൺ. ഒക്കെ അമ്മയെ വിളിച്ചോടാൻ കുട്ടി വിളിച്ചു ഏട്ടാ. സോളം നോക്കിട്ടോടെ പഞ്ചായത്ത് പണിക്ക് പോയിക്കുന്നു ഏട്ടാ. അമ്മ രവികുമാർ ഗുഡ് മോർണിംഗ്.
ടുഡേ സാരി അടിപൊളിപ്പാ. താങ്ക് യു മണി, താങ്ക് യു. രവികുമാർ നൈസ്. നസീർ സൂപ്പർ. രവികുമാർ നൈസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗിവിങ് മീ യുവർ നമ്പർ. ജെറിൻ ബ്രോ സാപ്പിട്ടീங்களா? രവികുമാർ നൈസ്, രവികുമാർ നൈസ്. മാത്യു ഐ ലവ് യു സോ മച്ച്. രവികുമാർ നൈസ്, രവികുമാർ നൈസ്. വിജയൻ പൊങ്കൽ സ്പെഷ്യൽ. പൊങ്കൽ പൊങ്കലാണോ? അല്ലല്ലോ. ഡ്രസ് ഇട്ടതുകൊണ്ട് പറഞ്ഞാണോ? ഇജ് മുടിയിൽ എണ്ണ തേച്ച് എത്ര വർഷമായി? 1 വീക്ക്, ഒരാഴ്ചയായി കേട്ടാ. താങ്ക് യു ഡിയർ. ഞാൻ പോകുന്നു, പണിയുണ്ട്. ഓക്കെ, പോയിട്ട് വരി. വൈകുന്നേരത്ത് വരണേ മണിമാരൻ. താങ്ക്സ് മണി. ഗിവിൻ ഹായ് അനിൽ നമസ്കാരം. രാംകുമാർ സൂപ്പർ. രവികുമാർ നൈസ്. ഇന്നു സാമ്പാറായിരുന്നു ഊണിന്. അതെ ഏട്ടാ, ഇന്ന് ഇത് മുരിങ്ങക്കായ സാമ്പാർ. മുരിങ്ങക്കായും ഒരു 2 ഉരുളക്കിഴങ്ങ് തൊട്ട് സാമ്പാർ വെച്ചു. തക്കാളി, ചെറിയുള്ളി, പരിപ്പ് ഇതിട്ട് സാമ്പാർ വെച്ചു. പിന്നെന്താ 4 ഇയർ ആച്ചു. ഇല്ല ഇല്ല, 1 വീക്ക്. രവികുമാർ നൈസ്. ഹായ് അനിത കുട്ടി, നമസ്കാരം, വണക്കം, വന്ദനം. സുഖല്ലേ അനിലേട്ടാ? നൈസ്. രവികുമാർ where you will meet me. Love you dear. രതീഷ് കുമാർ ഹലോ ഹലോ ഹായ് ചേട്ടാ നമസ്കാരം. ഇലങ്കോവൻ how are you? fine. ദുബായ് എന്നും അല്ലേ? എന്നും എന്താണ് കാ വാ ശരി പോരാമല്ലേ? മണി തോന്നി അനിലേ എന്താ പറയണ? കിഷോർ ഹായ് അനിത ഗുഡ് ആഫ്റ്റർനൂൺ. തിരുപ്പൂർ സാരിയാണ് കൊടുത്തിട്ടുള്ളത്. അതെ ഗനീഫേട്ടാ. രാധേട്ടാ ഹായ്. രവി രവി ജി മാത്യു മണികണ്ഠൻ യു ആർ ഫ്രം കേരള. രവികുമാർ ഐ ലവ് യു. നാഗരാജ് ഹായ് ചിന്നു. ഒരു ഹായ്. ഊണ് കഴിച്ചോ? ഹായ് വിൻസനേട്ടാ, സുഖമല്ലേ? ഭക്ഷണം കഴിച്ചു, ഞാൻ കഴിച്ചു. ഏട്ടൻ കഴിച്ചോ? രവികുമാർ ഐ ലവ് യു. രവികുമാർ ഗിവ് യു ഫോൺ നമ്പർ. സോറി രവി. ഷിബു ഏട്ടാ സുഖമല്ലേ? എന്താണ് റീൽസൊക്കെ അങ്ങനെ തകർക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് ഏട്ടാ റീൽസ്. ചോറുണ്ടോ? ആ ചോറൊക്കെ ഉണ്ടോ? RC ലഞ്ച് സ്പെഷ്യൽ ടുഡേ. മീൽസ് വർക്കുണ്ട്. 10 മണി വരെ അനുക്കുട്ടി. ഓക്കെ ഏട്ടാ. ഷജേട്ടാ പോയിട്ട് വരെ. ടാറ്റാ. ഹായ് രാധാകൃഷ്ണൻ ബ്രോ. മുരുകൻ ഗുഡ് ആഫ്റ്റർനൂൺ. പനിയും ജലദോഷവും എല്ലാം മാറിയോ? കുഴപ്പമില്ല കനിഫേട്ടാ, ജലദോഷം ഉണ്ട്, പനിയൊക്കെ മാറി. മണിമാരൻ എന്താ പറയണേ? മണി എന്ന് சொல்றீங்க. ഹായ് ഷിബു ബ്രോ. പ്രഭു ജയറാമൻ KK മതീഷ് ഹായ്. ഹൗ ആർ യു? ഫൈൻ. ബ്യൂട്ടിഫുൾ സാരി. താങ്ക് യു രാജ്. താങ്ക് യു. முருகன் தமிழ் பேச தெரியும். கேரளா. ராஜேஷ் വെരി നൈസ്. ഓക്കെ. പിന്നെന്താണ് വിശേഷം? ഇന്ന് എന്നെ പറ്റിച്ചില്ല, ഇന്നലെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. എന്താണത്? റെസ്പോൺസ്. ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. രാധേട്ടനെ കണ്ടില്ല, എവിടെ പോയി? ഹായ് അനിത. ശിബേട്ട ഹായ് മണി. എവിടെ? അച്ഛനെ കാണാനില്ല.
കൃഷ്ണപ്രസാദ് എന്ന വർക്ക് സിസ്റ്റർ. കുട്ടി എവിടെ? കളിക്കുന്നു. മുരുകൻ മുരുകൻ യു ആർ ബ്യൂട്ടിഫുൾ. അനീഷ് ഹായ് മോളെ, സുഖാണ്? സുഖായിരിക്കുന്നു. ഹലോ ചേച്ചി, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മേക്കിംഗ് ലൈവ് അടുത്ത് തന്നെ അത് തന്നെ സൂപ്പർ. വെയിലും ഉങ്ക ഡ്രസ്സും കളറും സൂപ്പർ. വെയിലും ഉങ്ക ഡ്രസ്സും കളറ് സൂപ്പർ. സുഖമില്ല, ഇവിടെ കേൾക്കുകയാണ്. ജയൻ ഗോപി ഏട്ടാ. സ്ഥലം എവിടെയാണ്? കൃഷ്ണപ്രസാദ്. നന്നായിട്ടുണ്ട്, അടിപൊളി ഡ്രസ്സ്. താങ്ക് യു ഷാഹദ് ഏട്ടാ, സൂപ്പർ മാം. മക്കളുടെ നെയിം എന്താ മോളെ? പറയട്ടെ അനീഷേട്ടാ. റാണക്ക്, ചാണക്ക്, വിനായക്. അന്നമ്മ കണ്ണ്. എന്നമ്മ കണ്ണ് സൗഖ്യമാ? അമ്മമ്മ കണ്ണ് സൗഖ്യന്താ? ഹായ് മോളെ. ഹായ് ഏട്ടാ. ഈവനിങ് ഗോയിങ് ഔട്ട് ഫോർ ഷോപ്പിംഗ്? നോ റൈറ്റ്. എന്നാ അച്ചു? രാധാകൃഷ്ണൻ ബ്രോ. പ്രവീൺ. അനൂപ് ഹായ്. അനി ഹായ്. ഓക്കെ, ഞാൻ ജോലിയുണ്ട്, പോയിട്ട് വരി ഏട്ടാ. ഷാഹദ് ഏട്ടാ പോയിട്ട് വരി, വൈകുന്നേരത്ത് വരിട്ടോളേ. അനീഷ് ഓക്കെ ദാ പിന്നെ വരാം. ഓക്കെ അനീഷ് ഏട്ടാ. അനധിയുടെ വീട് എവിടെയാണ്? കൊട്ടേക്കാടാണ് ഏട്ടാ, പാലക്കാട്. എന്തു പറ്റി രാധ ഏട്ടാ? നല്ല ഡ്രസ്സ്. പ്രവീൺ മാത്യു. താങ്ക് യു കേട്ടോ, താങ്ക് യു. ലൈക്ക് തിരുപ്പൂർ, തമിഴ്നാട്, ഇളങ്കോവൻ സാരി സൂപ്പർ. ചന്ദ്രു ഞാൻ വർക്കിലാണ് ഇപ്പോൾ, രാത്രി വരാം. ഓക്കെ ഷിബോട്ടാ. റെസ്റ്റ് അല്ല സോറി, വർക്ക് വൈകുന്നേരത്തെ വരികേട്ടാ. ജലദോഷമാണോ? ചെറുതായിട്ട്. അതെ. ആതിരയല്ല, അനിതയാണ്. ആതിരയുടെ വീട് എവിടെയാണ്? അതെല്ലേ. പ്രസാദ് ഫുഡ് കഴിക്കുമോ? അനിത ചെല്ലാം, പേര് സൊല്ലുന്ന പ്ലീസ്. നിനക്ക് കയ്യോ പോയാ? അതുക്കുള്ള പോയിട്ട് ഇനി പഠിക്കുള്ള പോയിട്ട്. ശിവ നരേഷ് ഹായ്. ജയകാന്തൻ കോൾഡ് ഇருக்கு. என்ன വർക്ക് ഷിബു ബ്രോ? ശരീരം മൊത്തം വേദന, കഫക്കെട്ട്. ഇപ്പൊ ഇത് ക്ലൈമറ്റിന്റെ ആണ് കേട്ടാ. എനിക്കും വേദന അല്ലേ? അല്ല, മൊത്തം വേദന ഒന്നും ഇല്ല കേട്ടോ എനിക്ക്. യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഹായ്. ഇൻസ്റ്റാ ഐ ഡി சொல்லுங்க. ശക്തി അജിത്. അനിത പാലക്കാട്. അതെ. ഒരു ഗ്രീൻ കളർ ഡ്രസ്, പച്ച കളർ ഡ്രസ്. ചുടിയല്ലേ? ചുടിയാ. എൻ്റെ കുട്ടിക്ക് വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നു. പതിവ് പണ്ടേ ഇല്ല എന്ന് പറ്റിക്കൽ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയി രാധേട്ടാ. ഹാപ്പി സൂപ്പർ ചെല്ലാം. ഫീവർ രാധാകൃഷ്ണൻ ബ്രോ ഹോസ്പിറ്റലിൽ പോകുന്നു. താങ്ക് യു. പുഷ്പരാജ സോ ബ്യൂട്ടിഫുൾ. വേലു സത്യ പറയുന്നു പുഴ ചിരിക്കുന്നു. സാരി എടുക്കാൻ അറിയില്ലെങ്കിൽ കുറച്ച് സമയമാകുമ്പോ ഒതുക്കുന്ന ഒരു ശീലം. സാരി ഒന്നും ഒതുക്കട്ടെ കേട്ടോ.
എന്താണ് മറ്റൊരാളോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ അറിയാം അല്ലേ? സ്റ്റിക്കർ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് സിസ്റ്റർ? സോറി എന്നെ കൊല്ലേ எல்லாரும் കൂടിയല്ലേ. സാരി സൂപ്പർ ആയിരുന്നു മുരുകൻ. மெசேஞ்சரில் ரிப்ளை பண்ண மாட்டீங்களா? சாரி சக்தி, பண்ண மாட்டேன். This is my husband order. ஜெரி நிஜ்ஜு ஃபுட்டியோ? உங்களுக்கு மேரேஜ் ഓ അനിത സാരി ബ്യൂട്ടിഫുൾ. മുഹമ്മദ് ഏട്ടാ ഓക്കെ. മണി സൂപ്പർമാ. ഹലോ ഡിയർ യു സൂപ്പർ. ജെറിൻ എന്നോട് ചോദിച്ചിട്ടില്ല. എന്ത് ചോദിച്ചില്ല? ഓക്കെ ഓക്കെ. யாரு பார்க்கணும் அனிதா? நீங்க தான் சொன்னீங்க. யாரோ பார்க்கணும் அனிதா. സാരി സൂപ്പർ എന്താ? ബഷീരേട്ടാ, ഷാജിയേട്ടാ എത്ര ദിവസമായി പനി മൂക്കടപ്പും മരുന്ന് വാങ്ങി കള്ളം പറഞ്ഞു അല്ലേ? ലൈവ് ഇന്ന് കൊണ്ട് നിർത്തുമോ? പോയി മരുന്ന് വാങ്ങി ഇനിയും അനിതക്കുട്ടിയെ കാണണം. ആണോ ഷാജിയേട്ടാ? എനിക്ക് വയ്യ. ശരിയേട്ടാ, ഞാൻ ആവി പിടിക്കാത്തത് കൊണ്ടാണ്. ആവി പിടിക്കാം. തലവേദന ഒന്നുമില്ല കേട്ടോ. അപ്പം ഒന്ന് വിക്സ് ഒന്നും തേച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ വിക്സ് ഒക്കെ തേച്ചിട്ടേ വരുള്ളൂ. അപ്പം അതൊന്നും തേച്ചില്ല. അതെ, உங்கள் ஹஸ்பண்ட் லைவில் வரமாட்டாங்களா? இல்லைங்க, அவங்களுக்கெல்லாம் பிடிக்காதுங்க. സതീഷ് ഓക്കെ. രാധേട്ടാ എന്നോട് ചോദിച്ചില്ല അനിതക്കുട്ടി. അയ്യോ സോറി. അയ്യോ ജയേട്ടാ, ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് ഒക്കെ മറന്നുപോയി. മണി എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഫ്രണ്ട്സ്? ജയേട്ടാ ഭക്ഷണം കഴിച്ചോ? രാധേട്ടാ, ജെറിനേട്ടാ, ഗഫൂറേട്ടൻ വന്നിട്ടുണ്ടായില്ല. പിന്നെ മണി സാപ്പിട്ടീங்களா? മണി ഉന്നെ ഇപ്പൊ പാക്കണം. ഒന്ന് അൻപ് കാട്ടണമെന്നോ ഒന്ന് കാട്ടണം சொன்னாங்களா? அந்த கேட்டப்போ ஒன்று கேட்டணும். என்ன சொல்றீங்க? ശരി അതോ ഇല്ലെങ്കിൽ സ്പീക്ക്. ഓക്കെ. ഞാനൊരു കമാൻഡ് ഇട്ടാൽ അതിന് മറുപടി ഒന്നും തരില്ല. നോ എന്താ പറയണത്? എന്തോ പറയുന്നു. ഇംഗ്ലീഷ് ഒന്നും പറയല്ലോ, മലയാളത്തിൽ പറയും. IPL മാച്ചിൽ പാക്ക മാട്ടീங்களா? എന്ത് പറയാനാ, എൻ്റെ മക്കൾ ടിവിനെ തല്ലി പൊട്ടിച്ചു. ശക്തി ராஜ்தேவ் ரொம்ப பிடிக்கும் லைவ் IPL மேட்ச் பார்க்கறதுக்கு. டிவி இல்லை. நோ நெக்ஸ்ட் ஒன்லி வாட்ச் லைவ். பழனி குமார் ஹாய் மை டியர், வெரி ஹாப்பி குட் ஆஃப்டர்நூன். சாப்பிட்டீங்க. நீங்கள் எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? மை டார்லிங் அனிதா ஓகே. பழனி குமார். சுபாஷ் ராய் இளங்கோ என்ன சாப்பிட்டேன்? சாப்பாடு, சாம்பார், ரசம், കത്രിക്കായ് പൊരിയൽ, തൈര്. മോരില്ല, തൈര്. എന്താണ് എന്നിട്ട് പറയും. ചൂടെടുത്തിട്ട് നല്ല ചൂടാണ്. കൈല വലയിൽ പോട സിസ്റ്റർ സൂപ്പറാ ഇരിക്കും കയ്യിലല്ലേ. എനിക്ക് വളയിടാൻ ഇഷ്ടമല്ല, എന്ത് ചെയ്യാനാ. സൂപ്പർ. എന്താ സാപ്പിട്ടീங்களா മേഡം? ബ്രേസ്ലെറ്റ് ഇഷ്ടം ഇടാൻ. മൂവി വാച്ച് ഇല്ല ശക്തി. സെൽവരാജ് ഹായ് അനിത ഗുഡ് ആഫ്റ്റർനൂൺ. കയ്യിലെ TV തിങ്കളാഴ്ചയും കിട്ടും എന്നല്ലേ മണിമാരൻ പറഞ്ഞത്? കുഴപ്പമില്ല. എന്തിനാ അവർക്കൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ്? ഞാനും കുറേ നേരമായി
கண்டுகொண்டிருக்கணும் ஜெரன். எனக்கு சாப்பாடு கிடைக்குமா? கண்டிப்பாங்க. நம்ம என்ன சொல்றது, நமக்கு போதும்னு சொல்றது சாப்பாடு மட்டும்தான். அது நம்மளால கொடுக்க முடியலன்னா எப்படிங்க? பசிக்குது சொல்லி நம்ம கிட்ட வந்துச்சுன்னா கண்டிப்பா சாப்பாடு கொடுப்பீங்க. சில்வர் பிளேஸ்லைட்டு ஓகேவாப்பா? இல்ல, தங்கத்திலே தான் வேணும். சூப்பர் கியூட் சாரி. அருண்குமார். நடக்கும் நடக்கும் பரவாயில்ல. ஓ, கோயம்புத்தூருங்களா சக்தி? கோயம்புத்தூர்ல எங்கீங்க? எனக்கு சாப்பாடு கிடைக்குமா? கண்டிப்பாங்க, கண்டிப்பா சாப்பாடு. வாங்க, வீட்டுக்கு வாங்க, சாப்பிடலாங்க. ഹരിറാം താങ്ക് യു. ജയേട്ടാ ഹായ്. ഗഫൂർ ബായ്. എവിടെ ഗഫൂരേട്ടൻ? താങ്ക്സ്. ഓക്കെ. എന്തൊരു ചൂടാണ്, ഭയങ്കര ചൂട് കേട്ടോ. കൃഷ്ണമൂർത്തി ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. സാജനേട്ടൻ എവിടെ പോയി? അയ്യോ, ഇന്നലെയും വന്നില്ലല്ലോ. എവിടെ പോയി സാജനേട്ടാ? ഞാൻ ആരെയും ചോദിക്കുന്നില്ല അപ്പൊ, അതുകൊണ്ട് എല്ലാവർക്കും ദേഷ്യമാണ്. ഭക്ഷണം കഴിച്ചോന്ന് ഒന്നും ചോദിക്കുന്നില്ല. വേണം വേണം அனிதா சொல்லுங்க. ராதாகிருஷ்ணன் ப்ரோ என்ன சொல்றீங்க? ஓகே. நானும் கோயம்புத்தூர் தான், இளங்கோவன். ஓகே ஓகே. என்ன பண்றீங்க? സ്വരമെന്നു മാറിയാൽ തിരിച്ചറിയുന്ന നമുക്കിടയിലെ പഴയ കാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഞാൻ ഇന്നും തിരയാറുണ്ട്. എന്താണ് തിരയാനുള്ളത്? എനിക്ക് നഷ്ടമായി പോയ എൻ്റെ ശബ്ദവും നിന്റെ മറുസ്വരവും ഇല്ലടാ അനുക്കുട്ടി. എന്താട്ടാ പറയണത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കവിതയാണ് കേട്ടോ. നന്നായിട്ടുണ്ട് എന്തായാലും കേട്ടോളെ. ഞാൻ പറയാട്ടാ. അതെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. ഞാനും ദിനീഷ് ഏട്ടനും ചോദിച്ചാൽ നോ റിപ്ലൈ. എനിക്ക് വയ്യ. നിങ്ങൾക്ക് തോന്നുകയാണ് അതൊക്കെ. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. കൃഷ്ണമൂർത്തി ഓക്കെ. ബ്ലൂ സാരി സൂപ്പർ. ബ്ലൂ ആ? ഇത് യെല്ലോ അല്ലേ? நீங்க ஸ்டடி பண்ண എന്താണ് ബ്ലൂ സാരി സൂപ്പർ. உங்க கூட ஒரு பொண்ணு இருக்காங்களா அங்க கேளு. കോയമ്പത്തൂർ ഇല്ല ജെറിൻ, ആള് ഇപ്പോൾ കുറെ മാറിപ്പോയി. അതാ സാജനേട്ടാ, നിങ്ങനെ പറയരുത് ചോളെ. ഷൺമുഖ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ബ്ലൂ സാരി സൂപ്പർ. താങ്ക് യു. ശ്രീവരദൻ. എന്താ ഏട്ടാ പറയണ സാജനേട്ടാ? ഞാനൊന്നും പറയാൻ പാടില്ല, ഒരിക്കലും പറയരുത് കേട്ടോളെ. എന്റെയൊക്കെ എല്ലാരും എന്റെ സ്വന്തം ഏട്ടന്മാരോ. അയ്യോ ശരി, ഞാൻ ഇനി എല്ലാവരും ചോദിച്ചിട്ടേ പിന്നത്തെ ലൈവ് നടത്തുള്ളൂ. ഒരു SMS. ക്യാൻ യു ഗോ ഹൗസ് ഇൻസൈഡ് ഹൗസാ? ശിവനാരായൺ പറയും. വളക്കിലുക്കം കേൾക്കൂ.
മൂലധാര എന്താണ് പാട്ടാണ് ഏട്ടാ? ലുക്കിംഗ് ഗുഡ്. പാട്ടാണ് എഴുതി വിട്ടത് ജയേട്ടാ. ബാറ് ബിസിനസ്സാ? ബാറ് ബിസിനസ്. ഡാ ഇവനെ അടിച്ചു വിട്ടടാ. അതെ അതെ, ലുക്കിംഗ് ഗുഡ്. നല്ല ചൂടുണ്ട് കേട്ടോളെ. നോക്കേട്ടാ. നല്ല ചൂടിട്ടിട്ട് ഇങ്ങനെ ലൈവില് ഈ സാരി ഉടുത്തിട്ട് വരണ്ടായിരുന്നു. നല്ല ചൂട്. കണ്ടില്ലേ, ഈ ഒരു കമാൻഡിന് വരെ റിപ്ലൈ തന്നില്ല. അതാണ്. എന്താണിത്? വളകിലുക്കം കേൾക്കണല്ലോ. ആരോ മൂലധാര. എന്നാ ബ്രോ, ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. എവിടെ അച്ചൂസ് കാണില്ല, ബിനീഷേട്ടാ കാണാനില്ല. എന്നാൽ ശരി, മൊബൈലിലേക്ക് അധികം സമയം നോക്കാൻ വയ്യ. ഞാൻ ലൈവിൻ്റെ സൗണ്ട് കേട്ടിട്ട് കിടന്നോളാം. ശരി ഏട്ടാ, ഞാൻ ഇരിക്കട്ടെ കുറച്ചിട്ടോളാം. ഇനി എനിക്ക് വയ്യ നിൽക്കാൻ. ഇത്ര നേരമൊക്കെ ഞാൻ നിന്ന് ഇനി മണ്ണിൽ തന്നെ ഇരിക്കാം. ഇരിക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. വെൽക്കം ടു പോണ്ടിച്ചേരി. ഓ വാവ്, നല്ല സ്ഥലമാണ് പോണ്ടിച്ചേരി. നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് വെയിലുമുണ്ട്. സാരി ആണല്ലോ ചൂടിന് നല്ലത് ഡാനിക്കുട്ടി. എനിക്ക് മനസ്സിലായി. അല്ല, അത് പറഞ്ഞത് ശരിയാണ് ജയേട്ടാ, ഞാൻ ചിരിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഗർഭിണിയായപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ പറയും ചുരിദാർ ഇട്ടിട്ട് പോയി പറഞ്ഞ അപ്പ ചീത്ത പറയുന്നത്. എന്തിനാ ചുരിദാർ ഇട്ടിട്ട് വന്നിരിക്കുന്നത്? സാരി എവിടെ? ഈ 8 മാസം 9 മാസം കാലമായിട്ട് ചുരിദാർ ഇട്ടിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ചൂട് സമയത്ത് വലിച്ചു കയറ്റിക്കൊണ്ട് എന്താ അത് എന്ന് പറഞ്ഞ് എത്ര ചീത്ത കേട്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല ജയേട്ടാ, അതാണ് പ്രശ്നം. അല്ലാണ്ട് എന്താ. തേനി കമ്പം നല്ലതാണ് അനുക്കുട്ടി. തേനി കമ്പം നല്ലതാണ് അനുക്കുട്ടി. തിരുമുഖത്തിൽ കാട്ടുങ്ങപ്പ. திருமுகத்தை காட்டுங்கப்பா. என்னங்க எப்படி சொல்றீங்க? ഓക്കെ, കണ്ടല്ലോ. പിന്നെ പറയൂ ഫ്രണ്ട്സ്. ജെറിൻ ചിരിക്കുന്നു. ஜெரின் ப்ரோ கமெண்ட் என்ன பார்க்கல அனிதான். ഇതിൽ വരുന്നില്ല കേട്ടോ, കമന്റ് ഒന്നും അത്രയൊന്നും വരുന്നില്ല. കോയമ്പത്തൂരില് 2 ബാർ ഇരിക്കു. ബാർ എന്ന് ഉദ്ദേശിച്ചത് വൈൻ ഷോപ്പ് അല്ലേ? ആണോ? അല്ല, പറയുക ചോദിക്കട്ടെ. അതിന് ഒരർത്ഥമല്ലേ ഉള്ളൂ അല്ലേ? കുറച്ച് സ്വസ്ഥായിട്ട് ഇരിക്കാം ഉദ്ദേശിച്ചിട്ട്. ചൂടെടുക്കണേ കുറച്ച് നേരം. ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടെ.
ഇജ് മുകളിലേക്ക് വെച്ചത് ഷീറ്റിനാണോ കാര്യം പറയാൻ അങ്ങനെയല്ല. நீங்க பார்க்கல அனிதா, அதுக்கு என்ன கோயம்புத்தூர்ல டூபா அதுக்கு என்னன்னு കേൾക്കുறாங்க. എനിക്കിപ്പോ അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല. ഞാൻ വെള്ളമൊന്നും അടിക്കില്ല. இல்ல கோயம்புத்தூர்ல இருக்கிறாங்கல்ல நானு, அதனால நான் கோயம்புத்தூர்ல 2 பார் இருக்கிறாங்க அப்படின்னு சொன்னது. அதுக்கு சொல்லியிருக்கோம். நம்ம எதுக்கு பாசிட்டிவா சிந்திக்கலாமே. சளி பிடிച്ചു. മണിമാരൻ എന്റെ കമാൻഡ് ഇതാ ഫോണിൽ சொல்லக்கூடாது. அதுதான் என்ன ஜெரின் ப்ரோ கமாண்ட் பார்க்கல. நான் வரல, സത്യമാ வரல. ചേട്ടനേട്ടാ എന്താണ് പറ്റിയത്? എന്താ പറയണത്? ராஜ் എന്ത് പറയണ? ദി സോങ് സോങ് என்ன പാടുന്നത്? സോങ് என்ன പാടുന്നത്? ഇപ്പോൾ മോഹിനിയാട്ടം കളിക്കാൻ പറ്റിയ വേഷമാണ് ഇപ്പോൾ ലാലിക്കുട്ടി. മോഹിനിയാട്ടല്ലേ? മോഹിനിയാട്ടത്തിന് മുടി ഇങ്ങനെ കെട്ടണ്ടായിട്ടാ, അത് വേറെ ഡ്രസ്സല്ലേ മോഹിനിയാട്ടത്തിന്. ഇത് ഭരതനാട്യത്തിന് ഓക്കെ. അനിതയ്ക്കോ കുറെ പുതിയ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ. ഏത് പുതിയ ഫ്രണ്ട്സ്? എനിക്ക് പറഞ്ഞു തരുന്ന എന്താണ് സാജനേട്ടാ പറയും, എനിക്ക് ഏത് പുതിയ ഫ്രണ്ട്സ് ആണ്? அப்படியெல்லாம் இருக்குது இப்படியெல்லாம் இருக்குது ஜெரின் ப்ரோ. அதுதான் നമ്മ ഫ്രണ്ട് കോയമ്പത്തൂരിൽ വന്നാൽ കാണാൻ പറ്റുമോ? ജംഷീദേട്ടാ ഇപ്പൊ പറ്റില്ല ഏട്ടാ. ഹായ് ബിനീഷ് ഏട്ടാ. മുടിയാതു நான் சொல்ல மாடி ரிப்ளை பண்ணாங்க. அது ஹாய் பினீஷ் ப்ரோ. പൈസ കൊടുക്കാനാണോ? എന്തായിട്ടാ പറയുന്നത്? സാജൻ ഭായി പാവത്തിന് ടെൻഷൻ ആവുകയാണ്. എന്നെ എന്തിനാ ടെൻഷൻ ആക്കണ? എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് എൻ്റെ ഫ്രണ്ട്സ്, എത്ര പേര് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. ഫുഡ് കഴിച്ചോ ബിനീഷ് ചേട്ടാ? ഇത് ഞാൻ ചോദിക്കും പോലെ ആയല്ലോ. എവിടെ കാണില്ല ബിനീഷ് ചേട്ടനെ? ബിനീഷ് ചേട്ടൻ അച്ചു എവിടെ? അച്ചു എവിടെ പോയി? കാണുന്നില്ലല്ലോ. അച്ചു എന്താ കാണാത്തത്? അച്ചു എന്തെങ്കിലും ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തത് അല്ലേ. ഹലോ ജംഷീർ, ഇജ്ജ് കടം വീട്ടാനാണെങ്കിൽ വരാം. കടം വീട്ടാണെങ്കിൽ ഞാൻ വരില്ല. ആരോ വരുന്ന പോലുണ്ട് മുകളിലേക്ക്. ഭാഗ്യം അല്ല. ഹായ് ബിനീഷ്, നമസ്കാരം. എവിടെ ബിനീഷ് ചേട്ടാ? എല്ലാരും ബിനീഷ് പറയണോ? എന്താ അത്? എവിടെയാണ്? കാണുന്നില്ല ആരെയും. കാണുന്നില്ല. യു റിയലി ലുക്കിംഗ് സിമ്പിൾ ആൻഡ് നൈസ് ഡിയർ. ഓക്കെ ആണ്, സിമ്പിൾ. കുറച്ച് വലിയ കമ്മലിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൊട്ട് വെച്ചു, തല കെട്ടി, ഇത്രയേ ഉള്ളൂ. പ്രശാന്ത് ಜನ್ಗೋಬಿ ಬ್ರೋ, ನಾನು வரலாமா?
എന്താ നമ്മൾ പറയുന്നത്? മറുപടി പറയൂ. അരുണേട്ടാ എന്താ പറഞ്ഞു? മറുപടി പറയാട്ടാ. സുഖമല്ലേ? ഭക്ഷണം കഴിച്ചോ? ബിനി ചേട്ടാ വരൂ, നമുക്ക് സംസാരിക്കാം. അനിതാ ജയേട്ടനോട് മാത്രം സംസാരിക്കുന്നു. എനിക്ക് ജയേട്ടൻ മാത്രമേ കറക്റ്റായിട്ട് മെസ്സേജ് അയക്കുന്നുള്ളൂ. മഴത്തുള്ളികൾ ബിനീഷേട്ടാ വരൂ, നമുക്ക് സംസാരിക്കാം. മിണ്ടുന്നില്ല ആരും, കണ്ടോ? அப்போ நீங்கள் எல்லாம் கரெக்டாக கமெண்ட் பண்ணல இப்படி சொல்கிறீங்களா? நீதா ഡാനിക്കുട്ടി, ഞാൻ നാട്ടിൽ വരുമ്പോൾ കോയമ്പത്തൂർ വന്നിട്ട് ജംഷീറിനെയും വിളിക്കാണ്ട. ശരി ഏട്ടാ, ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. രാധേട്ടാ കണ്ടുമുട്ടും. നമസ്കാരം. ജലദോഷം പിടിച്ചിട്ട് അത് വേറെ. എപ്പോൾ റെഡിയാകും ഈ ജലദോഷം? വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഇതെന്തത്? ജെറിൻ ബ്രോ കേളുങ്ക ബ്രോ. എന്താണ് കേൾക്കാൻ പറയുന്നത്? എന്താണ് കേൾക്കാൻ പറയുന്നത്? ലൈവ് ഭൂമി മുരളീകൃഷ്ണ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഈ ഭൂമിയിലെ വട്ടത്തിൽ കറങ്ങുന്ന അപ്പോൾ പിന്നെ കാണാൻ പറ്റും രാധേട്ടാ. അതെന്നെ പണി. സാജനേട്ടാ ഫുഡ് കഴിച്ചോ? എന്താ സ്പെഷ്യല്? സാജനേട്ട ഫുഡ് കഴിച്ചോട്ടാ. മെസ്സേജ് മേലെ പോയി. ഹലോ, ഞാൻ ഇപ്പോൾ കൊല്ലം ബീച്ചിൽ. ഇവിടെ സൂപ്പറാ ആണല്ലേ? അറിയാട്ടാ, ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഏട്ടാ. ആ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, ഒന്ന് കാല് മുക്കി വന്നു എന്നല്ലാതെ കളിക്കൊന്നും ചെയ്തില്ല അവിടെ. உங்களுக்கு ஜெயன் கோபி ப்ரோ மட்டும் கமெண்ட் பண்றாங்க. நாங்க யாரும் கமெண்ட் பண்ணல. அப்படித்தானே சொல்றீங்கப்பா? വേറെ പണിയൊന്നുമില്ല, ലൈവ് രാത്രി മാത്രം വന്നാൽ മതി. അഷ്റഫേട്ടാ എവിടെയാണ് ഇപ്പോൾ? കൊല്ലത്താണോ ഏട്ടാ? മേലോട്ട് പോയാ? നോക്കട്ടെ. എവിടെ 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 പോയി? എവിടെ പോയി? രാധേട്ടൻ്റെ മെസ്സേജ് എവിടെ പോയി? ഏയ് വന്നിട്ടില്ലല്ലോ. എന്നാൽ ശരി, മൊബൈലിലേക്ക് അധികം സമയം നോക്കാൻ വയ്യ, അത്രേ വന്നിട്ടുള്ളൂ. വന്നിട്ടില്ല കേട്ടോ. സാമ്പാർ, ഫിഷ് ഫ്രൈ, അച്ചാർ. അടിപൊളി അടിപൊളി, വേറെ ലെവൽ വേറെ ലെവൽ. സോങ് ചളി പിടിച്ചിട്ട് എവിടെ സോങ് പാടുന്നത്? ഇതെങ്ങനെ പോകാനപ്പോൾ? ആവി പിടിക്കണല്ലേ?
കറക്റ്റ് ആൻസർ മണി. അതെ, എനിക്ക് ജയേട്ടൻ മാത്രം മതി, ജയേട്ടൻ്റെ കമന്റ് മാത്രം മതി. എല്ലാവരും അയക്കണേ ഇല്ല, വെറുതെ എങ്ങനെയാ മിണ്ടാണ്ടിരിക്കുന്നു. ജയേട്ടൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ മെസ്സേജ് എന്തെങ്കിലും അയക്കുക, അത് മേലേക്ക് പോവുകയും ചെയ്യും. ദാനിക്കുട്ടി പിന്നെ ഒന്ന് വിളിക്കണേ. അപ്പോൾ രാധേട്ടൻ, ജെറി, ബിനീഷ്, രാജൻ ഭായി എല്ലാവരെയും ചേർത്ത് വിളിക്കാം, അപ്പൊ കാണാൻ പറ്റുംടാ. ഓക്കേ ஓகே. அவங்க தான் சொன்னாங்க ஜெரின் ப்ரோ. யாரு சொன்னாங்க, யாரு சொன்னான்னு என்னன்னு കളിയാക്കിയതല്ല കേട്ടോ, പാട്ടുണ്ട്. അപ്പടി അങ്ങനെ ഒരു പാട്ടുണ്ട്. യാരെന്ന് சொன்னாங்க என்னன்னு. ശരി, പോട്ടെന്നാ. ആർക്കും വല്ലാത്ത ദേഷ്യത്തിലാണ് എല്ലാവരും. അത് മനസ്സിലായി, കൂടുതൽ പറയാനൊന്നുമില്ല. കൊല്ലത്ത് ഇപ്പോൾ ഈവനിങ് കൊച്ചി ആഫ്റ്റർ ഗോയിങ് ടു മുംബൈ ജമ്മു. എന്താന്ന് പറയുന്ന കേട്ടാ. ഞാനിപ്പോൾ കോയമ്പത്തൂരുണ്ട്. അതെ, കല്യാണമൊക്കെ അടുത്തല്ലോ. അതുകൊണ്ട് കുറച്ചു നേരത്തെ വന്നതാണ്. ഇവിടെ വീട് എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കണം. 3 കട്ടില്, മേശ, സോഫ സെറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് സെറ്റ്. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താമല്ലോ. അവളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു സമാധാനം. രാധേട്ടാ, ഒന്നുകൂടെ ഇട്ട് നോക്കൂ മെസ്സേജ്. രാധേട്ടാ, സെൻഡിയാണ്. ഞാനിപ്പോൾ കരയും ചെറിയും. யாரோ சொன்னான்னு என்னன்னு. കൊല്ലത്ത് ഇപ്പോൾ ഓക്കെ, കല്യാണം അത് വായിച്ചു. കൊല്ലത്ത് ഇപ്പോൾ ഈവനിങ് കൊച്ചി ആഫ്റ്റർ ഗോയിങ് ടു മുംബൈ പൈനാപ്പിൾ ആഫ്റ്റർ ഗോയിങ് തന്നെയാണോ അത്? ഗോയിങ് ജമ്മു ആപ്പിൾ. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുമെന്ന് തോന്നുന്നില്ല അല്ലേ അന്നമ്മോ? എന്താ ഏട്ടാ അങ്ങനെയൊക്കെ പറയണത്? നമ്മൾ കണ്ടുമുട്ടും ഏട്ടാ, കണ്ടുമുട്ടണം. എന്താണ്? ഞാനിപ്പോൾ കോയമ്പത്തൂരുണ്ട്. കല്യാണമൊക്കെ അടുത്തുകൊണ്ട് കുറച്ച് നേരം വന്നതാണ്. ഇവിടെ വീട് എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ വായിച്ചല്ലോ. ഞാൻ പിന്നെയും വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. 1500 രൂപ. എന്തിനാണിത് 1500 രൂപ? 1500 അല്ല, 15,000 രൂപയുടെ സാധനം. 15,000 ആണോ? ഒറ്റ 10, 100, 1000. അപ്പൊ 15,000 ആണ്. 15,000 രൂപയുടെ സാധനം കൂടി വാങ്ങാനുണ്ട്. എല്ലാം സെറ്റാക്കിയാൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താമല്ലോ. അവൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊരു സമാധാനം. ഓക്കെ ഏട്ടാ, എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അഷ്റഫേട്ടാ, കല്യാണത്തിന് വിളിക്കണം. എൻ്റെ എല്ലാ ഫ്രണ്ട്സുമാരും വരും, ഞാനും വരും. എന്നും 15,000 രൂപയുടെ സാധനം വാങ്ങാനുണ്ട്. ഒരു വീട് ഞാൻ എടുത്തു. 20,000 രൂപ അഡ്വാൻസോ? 5,000 രൂപ വാടക. അതെ, ഇത് എന്താ ഇന്നത്തെ മാറ്റർ? അവളുടെ കൂടെ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾക്ക് സമാധാനം. അതെ ഏട്ടാ. എന്താ പേര് പറയും? ചേച്ചിന്റെ പേരെന്താണ് പറയും അഷ്റഫേട്ടാ? പറയും, പേര് പറയും. ഡാനിക്കുട്ടി
എപ്പോൾ എങ്ങനെയാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഈശ്വര നിശ്ചയമാണ് രാധേട്ടാ. ഓരോ എന്താ ചെയ്യപ്പോ മറുപടി കാണണം എന്നൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കാണാതെ എവിടെ പോവാനാ? എന്താ പറയണേട്ടാ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേട്ടാ. എന്താണിത്? ഇന്നുണ്ട് അവരെ നാളെ കാണാൻ വഴിയില്ല. ഇതിനൊക്കെ പോയിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ കാണും കേട്ടാ. സാരി കൊടുത്തിട്ട് വന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചിങ്ങനെ ശരിയാക്കും, പിന്നെയും മതിയായിട്ടോ. പ്ലീസ്. ബേക്കറിയുടെ പുറകിലാണ് എന്നാ. ബേക്കറിന്റെ പിന്നാലെ എന്താണുള്ളത്? ബേക്കറി, അതിന്റെ പിന്നാലെ ചെരുപ്പ് കടയാണല്ലോ. അശ്രഫേട്ടാ, അതിന്റെ പിന്നാലെ മുന്നിൽ അതിങ്ങനെ വന്നു കഴിഞ്ഞുകൊണ്ട് ചെരുപ്പ് കടയാണല്ലേ ഏട്ടാ അവിടെ. അശ്രഫേട്ടാ, ഷീറ്റാണ് കാണുന്നത് ഡാനിക്കുട്ടി. അയ്യോ വയ്യ, അമ്മേ വയ്യ. ലൈവ് കഴിഞ്ഞിട്ട് വേണം ഇതിനെ ഒന്ന് നമ്മൾ പറ്റിയേക്കാം. പറയട്ടാ. പിന്നെ എന്താണ്, ആളെ കാണാതെ എന്ത് ലൈവാണ്? ഷീറ്റ് കാണുന്നില്ല, ഞങ്ങൾ ഇരിക്കുന്നു. കുറച്ച് ഞാൻ സാരിയൊക്കെ ശരിയാക്കിയതാണേ, വേറൊന്നുമില്ലേ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ കുമാർ. എന്താണ് അവിടെ ചൂടുണ്ടോ വല്ലതും? ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ലൈവിൽ വന്നതല്ല, എന്നാൽ ഒരു പാട്ടാവാം, നിങ്ങൾ പാടണം. ചേച്ചിന്റെ പേര് ചോദിച്ചു ഞാന്. പിന്നെ ബേക്കറിന്റെ പിന്നാലെ എന്ന് പറഞ്ഞത് ചെരുപ്പ് കടയാണുള്ളത്. യെസ്, യു ആർ റൈറ്റ്. അഷ്റഫേട്ടോ, ചേച്ചിന്റെ പേര് പറയും, എന്നാണ് കല്യാണം പറയും, ഞങ്ങൾ വരും. ഞങ്ങള് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് എല്ലാവരും വരും. ഞായറാഴ്ച ആയിരിക്കില്ല കല്യാണം? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ലീവ് ഉണ്ടാകുള്ളൂ, അപ്പോഴേ സൗകര്യം ആകുള്ളൂ. പ്ലെയിന് വന്ന് പോകുന്നു. അയ്യോ, മെസ്സേജ് അയക്കി. പ്ലീസ്, ബേക്കറിന്റെ അടുത്ത് നിന്നും ഒരു കിലോമീറ്റർ. ബേക്കറിന്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ നമ്മുടെ വീട്ടിലേക്കാണ്. ജെറിൻ ബ്രോ, ഇന്നേക്ക് വർക്ക് ഇല്ലയാ ബ്രോ? നെക്സ്റ്റ് ലൈവ് വരും. എപ്പോൾ ലൈവിൽ വരുന്നോ? രാത്രി വരും, 9 മണിക്ക് വരും ശക്തി. ദിനേശ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ശരിയെന്ന്, ഞാനും മെല്ലെ ഇറങ്ങട്ടെ ഫ്രണ്ട്സ്. പോകുന്നു, ടാറ്റ. ആരും ഒന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് പോകുന്നു. കുറച്ചേരം പോയിട്ട് അങ്ങനെ റെസ്റ്റ്. ജലദോഷമൊക്കെ അല്ലേ, അവിടെ ഇരുന്നിട്ട് തന്നെ റീൽസൊക്കെ ചെയ്തിട്ട് പോവാല്ലേ. അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാവരുടെയും കല്യാണത്തിന് ക്ഷണിക്കാം. ക്ഷണിക്കണം. ഞാൻ ഫസ്റ്റ് വന്നിരിക്കാം. എന്നാലും കോയമ്പത്തൂരല്ലേ, കല്യാണത്തിനൊക്കെ പോയി കുറച്ച് വർഷങ്ങളായി. എന്നാ പിന്നെ എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ ഫ്രണ്ട്സുമാരുമായിട്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ഊണൊക്കെ കഴിച്ചോ? എന്താണ് സ്പെഷ്യല്? സാമ്പാർ, ചോറ്. അന്നമ്മോ, വിഷു കഴിഞ്ഞാൽ ഞാനൊരു ദേശാടനത്തിന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. എന്തിനാട്ടാ ഇപ്പോഴത്തെ ഈ ഏജിലൊക്കെ എല്ലാവർക്കും തോന്നുന്നുള്ളൊരു ഹോർമോണുകൾ എന്തൊക്കെയോ പ്രശ്നമാണ്. ഏട്ടൻ ഇങ്ങനെയൊക്കെ വർത്താനം പറയണത്. ഏട്ടൻ ഇപ്പോഴത്തെ ഈ ഇതിൽ ഒരു ട്രസ്റ്റ്, ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതൊക്കെ മാറ്റി വെച്ച് ജാലിയായിരിക്കും ഏട്ടാ. ഒന്നുമില്ല, നമ്മുടെ ചിന്തയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ സ്നേഹിക്കുന്നു, ഇവർ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതാണെന്നൊന്നുമല്ല. നമ്മുടെ ചിന്ത എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ കാര്യങ്ങൾ.
നമ്മൾ സന്തോഷമായിരുന്നാൽ മതി. കല്യാണത്തിന്റെ 3 ദിവസം മുന്നേ നിങ്ങൾ ഞാൻ വന്ന് താലിയും പുടവയൊക്കെ എടുത്തുതരാൻ പെങ്ങളുണ്ടായിട്ടാ, അല്ലെങ്കിൽ ഞാൻ എടുത്തുതരാം. കല്യാണത്തിന് 3 ദിവസം മുന്നേ നിങ്ങൾ വന്ന് എല്ലാം ഒരുക്കങ്ങളും റെഡിയാക്കണം. റെഡിയാക്കാട്ടാ, ഞാൻ റെഡി. നൈറ്റ് ലൈവ് ഇൻ ടീഷർട്ട്. യെസ് രാജ്. യെല്ലോ സാരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. രഘുനാഥ്, നിങ്ങൾ ഇവിടെ അടുത്താണല്ലോ. ആൾക്കാരൊക്കെ പറയൂലേ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, അത് തന്നെ പറയും. ജെറിൻബോ വാച്ചിങ് ലൈവ് സം ഡിസ്കസിങ് പോയിട്ട് ഇருக்கு. കല്യാണത്തിന് എല്ലാവരും വരണത്തോളെ, എന്തായാലും എല്ലാവരും കാണണം, എല്ലാവരും വരും. എപ്പോഴാണ് കല്യാണം പറയും? ഇനിയും മാസങ്ങളുണ്ടോ അതോ ദിവസങ്ങളാണോ? അയ്യോ ചുമ വന്നു, ഞാൻ പോട്ടെ. ചുമ കൊണ്ട് ശബ്ദം കേട്ട് ഓടണ്ടെന്ന് പറഞ്ഞിട്ട് സോറി ട്ടോ. എന്താണ് ചുമക്കുന്നത്? ചുമത്താരനുള്ള ഇപ്പഴാ വന്നത്. ഹോട്ട് വാട്ടർ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ കുടിച്ചാണെങ്കിൽ അത് അങ്ങനെ പോയിട്ടുണ്ടാവും. ഇല്ലല്ലോ, വീട്ടിൽ പോണ്ടേ. വീട്ടിൽ പോയാൽ പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? എൻ്റെ മക്കള് 3 പേരും കൂടി അവിടെ വീടിനെ രണ്ടാക്കിയിട്ടുണ്ടാവും പോകുമ്പോഴേക്കും. ചേച്ചി കെട്ടുന്ന சொல்லுங்க. അപ്പൊ ശരിയെന്നാ പോട്ടെ, ഞാൻ പോയി ചൂടുവെള്ളം കുടിക്കട്ടെ. ചുമ വരുന്നു, പുരിയല്ലേ. ഹായ് കരുണാകരൻ ചേട്ടാ, നമസ്കാരം. പക്ഷെ വീടെല്ലാം ആരും വൃത്തിയാക്കി കൊണ്ട് നടക്കും. എനിക്ക് എല്ലാത്തിനും കൂടി വയ്യ. പക്ഷെ എന്താണ് ജനനേട്ടന് ഇങ്ങനെ പോകുന്നു? ഇറ്റ് ഈസ് ബ്ലാക്ക് ടീ. താങ്ക് യു. ബ്ലാക്ക് ടീ പോകുന്നു, എടുത്തുക്ക. വേറെ ലെവല്. ഇപ്പൊ കിട്ടിയതാണെങ്കിൽ കുടിക്കാമായിരുന്നു. രാജ് എന്നാ പண்றது? പിന്നെന്താ പറയൂ ഫ്രണ്ട്സ്. ഐ ആം തമിഴ്നാടു. ഐ ലൈക്ക് കേരള ലേഡി എന്ന് പറഞ്ഞു. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്കും അനിക്കുട്ടി 4 ദിവസത്തിന് മുന്നേ ഫ്രണ്ട്സ് ഭാരത് പോയില്ലേ? ശിവോട്ടൻ ചായ കുടിക്കാൻ വന്ന ഭാരത്. അപ്പൊ ഒരുപാട് സമയമായ ശിവോട്ടൻ വന്ന സമയം പറയാം. എല്ലാരും പടക്കത്തിലാണ് എൻ്റെ അടുത്ത്. ആരോടോ ചോദിക്കുക. have tea, feel better. Okay. No bro. Hi beauty saree super. Ani my dear Sadik, எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? என்ன பண்றீங்க? രമേശൻ തോ പറയുന്നു.
ഒന്നും കൂടി തേടി കാണാൻ കുരുവി അറിയാതെ the reaction വേറെ ലെവല്. ഗുഡ് ഈവനിങ്. ലൈവ് കഴിഞ്ഞാൽ വിളിക്കാമോ? വിളിക്കാട്ടാ. ജെറിൻ ഇജ്ജ് പറഞ്ഞുകൊണ്ട് എൻ്റെ കമാൻഡ്സ് മുക്കിവൻ. അതാ ഇല്ലേട്ടാ. അയ്യോ ഞാൻ കണ്ടില്ല. ബിജുവേട്ടാ ഹായ്. കുത്ത് എന്തിന് കുത്തിയാലൊന്നും നിങ്ങളൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഞാൻ താങ്ങില്ല കേട്ടോ. കാണും പോലെ ഒന്നും അല്ല കേട്ടോ. ഹൈറ്റ് ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. ആരോഗ്യമൊക്കെ കുറവാണേ. ഹായ്. ഇല്ല ജയേട്ടാ വിളിക്കും. നോ രാധാകൃഷ്ണൻ ബ്രോ വിളിക്കും. ലവ്ലി യു മാം. റെഡിയാണ്. ലവ്ലി യു മാം. എന്താ പറയുന്നത്? എന്താ അത്? ഈ ജലദോഷം എന്നെയും കൊണ്ട് പോയി. എനിക്കും ലവ് യു. മേക്കപ്പ് ഇല്ലാത്ത നോർമൽ ലുക്ക് സൂപ്പർ. ഓക്കെ രാജേഷ് ഏട്ടാ, സമ്മതിച്ചല്ലോ. എപ്പോഴെങ്കിലും എല്ലാവരും സമ്മതിച്ചാൽ മതി. അതുപോലെ ഗ്രൂപ്പ് കോൾ വിളിച്ചാൽ മതിയാടാ. ഓക്കെ ഏട്ടാ, വിളിക്കേട്ടാ. ഒരു പ്രൈവറ്റ് പേഡ് ഗ്രൂപ്പ് തുടങ്ങൂ ചേച്ചി. പ്രൈവറ്റ് അല്ലേ? നമുക്ക് എങ്ങനെ ചെയ്യുക? അതൊക്കെ അങ്ങനെ തുടങ്ങുക. സന്തോഷേട്ടാ. നിങ്ങളുടെ കമൻ്റൊക്കെ രണ്ടാമതും വായിക്കും, അതുകൊണ്ട് പേടിക്കണ്ട. ജെറിൻബോ നാന് 4 days ലൈവ് വര മാട്ടൻ ഊർക്ക് പോറൻ. അതാ എന്താണ് ഇങ്ങനെ മണി പറയണത്? മണി വരണം. നിങ്ങൾ വീട്ടിൽ പറയും ഞങ്ങൾ ലൈവിൽ എപ്പോഴും പോണെന്ന് പറയും. ഞാൻ വെറുതെ പറഞ്ഞാണ്. മണി சரிங்களா? போயிட்டு வாங்க. நானும் வரலாமா? கண்டிப்பா வரலாங்க மணி. അപ്പൊ ശരിയെന്നാ പോവാ. ഉയരത്തിനനുസരിച്ച് തലച്ചോറില്ല എന്ന് മനസ്സിലായി. അതെ, ഇപ്പോഴാ മനസ്സിലായത്. ദൈവം തന്നല്ല, നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. എന്ത് തന്നാലും സന്തോഷമാണെങ്കിലും ശരി, കുറവാണെങ്കിലും ശരി, കുറവല്ല കൂടുതലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. കാല് തരിച്ചു. അയ്യോ കാല് തരിച്ചു പോയി ഭഗവാനേ. അജൻ ബ്രോ ഗോ ഹാവ് ടീ. കാല് വേറെ തരിച്ചു കണ്ടോ? ഇവിടെ ഇരുന്ന് എൻ്റെ കാല് തരിക്കും. എന്താ അത് അറിയോ? മണ്ണ്. ശരിയെന്നാ ഞാൻ പോകുന്നു ഫ്രണ്ട്സ്. കുറേ നേരമായിട്ട് ഇരിക്കാൻ കാലും വേറെ തരിച്ചു. എന്താണ് ഒക്കെ മണി? അതാണ് നല്ലത്. ഇവിടെ വെറുതെ വന്നു ഇരിക്കുന്നത്. അതാ സാജൻ ബായി പാക്കലാം. പക്കന്താ നാനു പക്കന്താ പാക്കന്താണു. അപ്പൊ ശരി, പോയിട്ട് വരാം ഫ്രണ്ട്സ് കേട്ടോ. എന്നത്തെ വരാവേ. ടാറ്റ. സീരിയസ് ആയിട്ട് പോവാണ്. ആരെങ്കിലും ടാറ്റ പറയും? ഒരാളെങ്കിലും ടാറ്റ പറയും പ്ലീസ്. തലച്ചോറില്ലെങ്കിലും താരമുണ്ട്.
താരനല്ലേ ഉദ്ദേശിച്ചത്. തലയിൽ താരനുണ്ട്, അത് ശരിയാ. താരൻ എങ്ങനെ കളയാം? ജെറിൻ, അനക്ക് ഇത്രയും കുശുമ്പ് പാടില്ല. അതെന്നെ പണി, അങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. കുശുമ്പ്. ഇതന്നെ ഇവിടെ പോളിട്ടുള്ള ജലദോഷം. വയ്യ. അതെ, എന്താ പറയാ, എനിക്കിങ്ങനെ കഫക്കെട്ട് വരാനുള്ള, ജലദോഷം മാറാതെ പിടിക്കുന്ന കഫക്കെട്ടാണ്. കഫക്കെട്ട് വരാനുള്ള കാരണം ഞാൻ പാല് കുടിക്കും. ഡെയിലി ഓരോ ഗ്ലാസ് പാല് കുടിക്കുന്നതാണ്. അതിന്റെ കുഴപ്പമാണത്. നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല. ഓ, പാല്. തലച്ചോറില്ലെങ്കിലും തരം തിരിവ് ഉണ്ട്. തരം തിരിവാ അപ്പടിന്നാ? അങ്ങനെ പറഞ്ഞ എന്താണ്? അങ്ങനെ പറഞ്ഞ എന്താണ് ഏട്ടാ? ജെറിനേട്ടാ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? തരം തിരിവ്. തരം തിരിവ്, തരം തിരിക്കുക. നമ്മൾ സ്കൂളിൽ പഠിച്ചല്ലേ, തരം തിരിക്കുക. എല്ലാത്തിനും വേറെ, അങ്ങനെ അതല്ലേ? ഓരോന്നിനും വേർതിരിക്കുക എന്നല്ലേ പറയാ? തരം തിരിവ്. ஆமாம் ஜெரின்போ. சென்னுங்க நீங்க. ஐயோ, நான் மலையாளியாட்டு எனக்கே புரியல, உங்களுக்கு எல்லாம் புரியுது. என்ன பண்றது? ஆமான்னு சொல்றீங்களா? சரிங்க, நடக்கட்டும் നടക്കട്ടോ. അപ്പൊ ശരി എന്നാ. അതാ വെയിലൊക്കെ വന്നുട്ടാ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ലെവലായിട്ട്. ഈ ലൈവ് ഇങ്ങനെ തന്നെ നിന്നിട്ട് റീൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? അൻകുട്ടിയെ വേർതിരിച്ചു കാണുന്നുണ്ട് എന്നാണ്. വേർതിരിച്ചു കാണുന്നുണ്ട്. വേർതിരിച്ച് കാണണ്ടെന്ന് വെച്ചാ എനിക്കൊന്നും അറിയില്ല. സോങ് എന്താ എൻഡ്? സോങ് അല്ലേ? കോൾഡ് എന്താ പറയാ ഇതിന്? റണ്ണിങ് നോസാ? റണ്ണിങ് നോസ് എന്നാ പറയാ ജലദോഷത്തിന്. റണ്ണിങ് നോസ്. നല്ല പാട്ട് വേണ്ട. ഓഫ് ദ ലൈവ്. ലാസ്റ്റ് സോങ് ഓഫ് ദ ലൈവ്. ദിവസേന ഉള്ള മദർ മിൽക്ക് ഡ്രിങ്ക് യു. എന്താ പറയുന്നത്? ഡാറ്റ പറഞ്ഞു. പസാമിയെ ശരണമേബ. செந்தில்குமார், ஹாய் அனி. டுடே வீட்டில் என்ன சமையல் சொல்லுங்கம்மா. நான் இது என்ன பண்ண போறேன் தெரியுங்களா? நான் എന്തായാലും റീൽസ് ഇടുന്നുണ്ട്. ഈ എന്താ പറയാ, ഈ ലൈവില് എടുത്തിട്ട് റീൽസ് ഇടുന്നേ കാട്ടിയും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം റീൽസ് അങ്ങോട്ട് ഇടുക. ഹായ് പറയാ, ഗുഡ് ആഫ്റ്റർനൂൺ പറയാ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ഫുഡ് ഉണ്ടാക്കിയതിന് കാണിക്കാം. ഇന്നത്തെ തന്നെ ഫുഡ് ഏതായിരുന്നാലും നിങ്ങൾ ഏതെന്താന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ ഉള്ളതോ എന്താണ് കറി വെച്ചത് അത് കാണിച്ചു തരും. ചോറ് കറി വെച്ചതല്ല. അപ്പൊ ഒരു റീൽസ് ചെയ്താൽ പണി തീർന്നു. അപ്പൊ പിന്നെ എന്താണ് സ്പെഷ്യൽ എന്നുള്ള ഇത് വരില്ലല്ലോ. സെന്തിൽകുമാർ എപ്പിടി ഇരിക്കുക എന്നോട് ഐഡിയ. 2 കണ്ണ് ഉണ്ട് എന്ന് പറയാൻ ജയൻഗോപി. 2 കണ്ണ് ഉണ്ട് എന്ന് പറയാൻ ജയൻഗോപി. 2 കണ്ണ്. മൂക്ക് നന്നായി അടച്ചിട്ടുണ്ട്. എന്തായാലും ഡാനിക്കുട്ടി ഇനിയും എന്നും വരും ലൈവിൽ. ബട്ട് ഞാന് കമന്റ് ഇല്ലടാ. ജെറിന് കുശുമ്പുണ്ട്. പിന്നെ അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് സാജൻ ഏട്ടനും മനസ്സിലായി. ഓ, ടേക്ക് ജിഞ്ചർ ഫോർ കോൾഡ് റിലീഫ്. ഓക്കെ, ഐ വിൽ ട്രൈ. മുകേഷ് ബ്യൂട്ടിഫുൾ. ഓക്കെ, പോട്ടെ. തലവേദനിക്കുന്നു, എനിക്ക് വയ്യ. എന്താ ചെയ്യ? കണ്ടു കൊതി കൊണ്ട്
അപ്പൊ ശരി എന്നാ കേട്ടോളെ ഫ്രണ്ട്സേ, പോയിട്ട് വരാവേ. அப்படியெல்லாம் இல்ல ஜெயன் கோபி ப்ரோ. ஜெரின் குட் ஃப்ரெண்டு. ഫ്രണ്ടിലെല്ലാം വിട്ടു കൊടുക്ക മാട്ടനേ. പരവാല. നിങ്ങള് ബുദ്ധിമാനാണ്. ഞാനാണോ? നിങ്ങള് ബുദ്ധിമാനാണ്. ഭയങ്കരം തന്നെയാണ്. ബുദ്ധി അങ്ങനെ വികസിച്ചിട്ടൊന്നും പറയണ്ട കേട്ടാ. അത്ര വലിയ ത്യാഗം ചെയ്യണ്ട ജയേട്ടാ, ഞാൻ വരാതെ ഇരിക്കാം. അതാ എന്താ ഏട്ടാ തമ്മിൽ എന്തൊക്കെയോ പറയുന്നു, പിന്നെ അങ്ങനെ പിണങ്ങുന്നു, ഇങ്ങനെയൊന്നും ഇതാട്ടോ ജയേട്ടാ കണ്ടില്ലേ ഇങ്ങനെ പറയണ എന്തൊക്കെയാണെന്ന്. വരില്ല അത്ര ഇനി. ഒരാള് കമന്റ് ഇടില്ല എന്ന് പറയുന്നു, ഒരാൾ ലൈവിൽ വരില്ല എന്ന് പറയുന്നു. നമ്മ എല്ലാവരും ഫ്രണ്ട് താ, നോ ഫൈറ്റ്. എന്തിനാ ഫൈറ്റ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോളെ. പറഞ്ഞത് മറക്കണ്ട, അല്ലാതെ ഇന്നലത്തെ മാതിരി ആവരുത്. ഇല്ല തലവേദന അങ്ങനെ പാട്ടുണ്ടല്ലോ, കുഴലൂതും, അങ്ങനെയാണോ? അല്ല, വേറെന്തോ ആണ്. കഥ പറയും അനക്ക് വേണ്ടി ഞാന് പുറകോട്ട് മാറാൻ ജരൻ. അതാ അല്ല, ഞാൻ പോണു കേട്ടോളെ. ഇത് ശരിയാവില്ല, നിങ്ങൾ എന്തോ സംസാരിച്ചോളെ. ഞാൻ പോണു, എനിക്കിതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല. ഞാൻ പോകുന്നു.